ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1 പത്രോസ് 1 അധ്യായത്തിൽ നിന്നും നമ്മൾ തുടരുന്ന പഠനത്തിൻ്റെ 6 ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയുടെ ഭാഗമായി മാറുവാൻ ദൈവം നമുക്ക് ലഭിച്ച ഭാഗ്യമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കാണുവാനിടയായിത്തീർന്നത്. പ്രവാചകന്മാർ അതിനെക്കുറിച്ച് പ്രവചിച്ചു. അവർ അത് ഞങ്ങൾക്കുള്ളതായിരിക്കുമോ എന്ന് ചിന്തിച്ചു. പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങൾക്കുള്ളതല്ല, ഇത് നിങ്ങൾക്കായിട്ട് അത്രേ ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്നവർക്ക് വെളിപ്പെട്ടു. അന്നു മുതൽ അവർ അതിനായിട്ട് കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൽ പഴയ നിയമഭക്തന്മാർ പലരും മരിച്ചു. ഹല്ലേലൂയ! അവർ വിശ്വാസത്തിൽ മരിച്ചു. എന്നാൽ നമ്മെ കൂടാതെ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയുള്ള സുവിശേഷത്തിൻ്റെ ഭാഗമായി മാറുവാൻ, ആ കൃപാ സുവിശേഷത്തിൻ്റെ ഭാഗമായി മാറുവാൻ ദൈവം നമുക്ക് തന്ന ആ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ! അങ്ങനെ ഉള്ളതായ വലിയ രക്ഷയുടെ ഭാഗമായി നിങ്ങൾ മാറിയതുകൊണ്ട് ആകയാൽ 13 വാക്യം, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ കുലുങ്ങിപ്പോകരുത്. നിങ്ങൾക്ക് ഉറപ്പോടെ നിൽക്കുവാൻ ഒരു കാരണമുണ്ട്. നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മക്കളാണ്. പഴയ നിയമഭക്തന്മാർക്ക് സാധിക്കാഞ്ഞത്, പ്രവാചകന്മാർ പ്രവചിച്ചത്, ദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിച്ചത്, വളരെ ജിജ്ഞാസയോടെ ക്യൂരിയോസിറ്റിയോടുകൂടി ദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിച്ച ആ രക്ഷയുടെ ഭാഗമായി നിങ്ങൾ മാറിയതുകൊണ്ട് നിങ്ങൾ മനസ്സുറപ്പിച്ച് നിർമ്മതരായി, ഹല്ലേലൂയ, നിർമ്മതരായി, വളരെ അലേർട്ടായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ഭാഗികമായ പ്രത്യാശയല്ല, പൂർണ്ണമായ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ നിന്ന് നമ്മളത് കാണുവാൻ റെഡിയായിത്തീർന്നു. ആകയാൽ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ അതിൽ വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ആദ്യഫലമായി. അതുമാത്രമല്ല, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ! അതുമാത്രമല്ല, നമുക്ക് വേണ്ടി ഒരു തേജസ്സിൻ്റെ പ്രതിഫലം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ലഭിക്കുവാനുള്ള തേജസ്സിൻ്റെ ആ വലിയതായ ഘനത്തിൽ നിങ്ങൾ പ്രത്യാശ വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സുറപ്പിച്ച് പോകണം. കാരണം നമ്മൾ പ്രാരംഭത്തിൽ കണ്ടതുപോലെ ഇത് കഷ്ടതയുടെ തീവ്രതയിൽ ചിതറിപ്പാർക്കപ്പെട്ട വിശ്വാസികൾക്ക് എഴുതുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിങ്ങൾ തളരാതെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് പത്രോസ് അവരോട് പറയുന്നത്. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് 14, 15, 16, 17 വാക്യങ്ങളിൽ പത്രോസ് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പണ്ട് ഇപ്പോഴല്ല, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. ഞാൻ വിശുദ്ധനാകിയാൽ, ആരാണ്? ദൈവം. നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ, പ്രൈസ് ദി ലോർഡ്, ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അങ്ങനെ വിളിക്കുന്ന പിതാവ് മുഖപക്ഷം കൂടാതെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനാണെങ്കിൽ, അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ പ്രവാസകാലം നിങ്ങൾ ഭയത്തോടെ കഴിപ്പിൻ. ഹല്ലേലൂയ! വളരെ അനേകമായിട്ടുള്ളതായ ആഴമേറിയ ചിന്തകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പത്രോസ് ഈ കാര്യങ്ങൾ ദൈവമക്കളോട് പറയുന്നത്. 14 വാക്യത്തിൽ തുടങ്ങുന്ന ഇങ്ങനെയാണ്: പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു പണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. അപ്പോൾ അതിലേക്കൊരു തിരിച്ചു പോകുവാനുള്ള
ഒരു ടെംപ്റ്റേഷൻ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടി കൊടുക്കപ്പെട്ട വില വലുതാണ്. നിങ്ങൾ സാധാരണയായ മനുഷ്യരല്ല, നിങ്ങൾ വലിയ രക്ഷയുടെ ഭാഗമാണ്. ഇതെല്ലാം നിങ്ങൾ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ പൂർണ്ണ പ്രത്യാശ വെച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ പഴയ കാലത്തിലേക്ക് ഒരു തിരിഞ്ഞുപോക്ക് നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പത്രോസ് ഈ 3 വാക്യങ്ങളിലൂടെ നമ്മളോട് പറയുന്നത്. വളരെ സമയമെടുത്ത് ചിന്തിക്കേണ്ടതായ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ രീതി അങ്ങനെ അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ തൊട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് പറയുന്നത്, ഒരു വിശ്വാസിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ലോകത്തോടല്ല. ഒന്നാമതായിട്ട് അവിടെ പത്രോസ് പറയുകയാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ആരാണ്? നമ്മുടെ അളവുകോൽ ആരാണ്? ക്രിസ്തു. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് ലോകത്തിലുള്ള ആരുമല്ല, നമ്മുടെ കൂട്ടുവിശ്വാസികളല്ല. കൂട്ടുവിശ്വാസികൾ നമ്മൾക്ക് മാതൃകയായിരിക്കണം, നമ്മൾ കൂട്ടുവിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. എന്നാൽ പൗലോസ് ആ ക്രിസ്ത്യൻ മെച്യൂരിറ്റിയുടെ ഭാഗമായി താൻ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരികളായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ മാതൃക, നമ്മുടെ അളവുകോൽ, നമ്മൾ ആരെപ്പോലെയാകണം എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ആരെപ്പോലെയാകണം? നമ്മുടെ ക്രിസ്തുവിനെ പോലെയാകണം. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിലവാരം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അളവുകോൽ പത്രോസ് ഇവിടെ സ്ഥാപിക്കുകയാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അത് നമുക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്താകുവിൻ? സൽഗുണപൂർണരാകുവിൻ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായ നീതി അല്ലേ, ഒരു സമയത്ത് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ടവർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നീട് പ്രായോഗികമായ ജീവിത ശൈലിയിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രായോഗികമായ ചില ഉദാഹരണങ്ങൾ അവർ എടുത്തു കാണിക്കൊണ്ട് പറയുകയാണ്, വ്യഭിചാരം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ന്യായപ്രമാണത്തിലുണ്ട്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, ഒരു സ്ത്രീയെ മോഹിച്ച് അവളെ നോക്കിയാൽ നിങ്ങൾ അവനോട് വ്യഭിചാരം ചെയ്തു പോയി. അതുപോലെ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അപ്പോൾ കോപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പറഞ്ഞു വന്നിട്ട് 5-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇതെല്ലാം നിങ്ങൾ ജയിലിൽ പോകാതിരിക്കാൻ ചെയ്യാൻ ഞാൻ പറയുന്ന കാര്യമല്ല, ഇതെല്ലാം നിങ്ങളുടെ ലോകപ്രകാരമുള്ള ഒരു ധാർമ്മികതയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ലോകത്തിൽ വലിയ ആളാകുവാനല്ല, നിങ്ങൾക്കൊരു സൽപ്പേര് സമ്പാദിക്കുവാനല്ല, മറിച്ച് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. അതിനെ നമുക്ക് കാണിച്ചു തന്ന മാതൃക ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പാപമില്ലാതെ, പാപം ചെയ്യാതെ, പാപം മനസ്സിൽ പോലുമില്ലാതെ പാപരഹിതനായി ജീവിച്ച് നമുക്ക് വേണ്ടി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ മാതൃകയാക്കി മുന്നോട്ട് പോകണം. അതിൽ കുറഞ്ഞതായ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ കുറഞ്ഞതായ സ്റ്റാൻഡേർഡിൽ നമ്മൾ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തൃപ്തനായി മാറുവാനായിട്ടിടയായിത്തീരും, നമ്മുടെ അളവുകോൽ മാറുവാനായിട്ടിടയായിത്തീരും. അതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുവാനായിട്ട് പോയപ്പോൾ പരീക്ഷനുണ്ടായിരുന്നതായ അളവുകോൽ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നിലവാരത്തിലുള്ള കാര്യമായിരുന്നു. എന്നിട്ട് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലായികയാൽ. ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ തൻ്റെ അളവുകോലായിട്ട്, തൻ്റെ സ്റ്റാൻഡേർഡായിട്ട്, തൻ്റെ കമ്പാരിസൺ മാർക്കായിട്ട് താൻ കണ്ടത് തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെ. എന്നിട്ട് പറയുകയാണ്, ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്തൊരു താരതമ്യമാണത്. ഹല്ലേലൂയ. എന്നാൽ ഒടുക്കം എന്തു സംഭവിച്ചു? അവിടെ എഴുതിയിരിക്കുന്നത് ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായിപ്പോയി. കാരണം അവൻ പരീശനോടല്ല തന്നെ ഉപമിച്ചത്, അവൻ ദൈവത്തോടാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധിയുമായി താനൊന്ന് കമ്പയർ ചെയ്തപ്പോൾ, ദൈവത്തിൻ്റെ തേജസ്
തൻ്റെ മുഖത്തേക്കൊന്ന് അടിച്ചപ്പോൾ, താൻ എത്രയോ പാപിയാണെന്ന് താൻ മനസ്സിലാക്കിയപ്പോൾ അവന് കാര്യം മനസ്സിലായി. ദൂരത്ത് നിന്ന് നെഞ്ചത്തടിച്ചുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് അവൻ കരയുകയാണ്, കർത്താവേ, ഈ പാപിയായ എന്നോട് മനസ്സറിയണമേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, രക്ഷയുടെ നിദാനം എന്ന് പറയുന്നത് യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. അവനെ പോലെ ആകുക. നമ്മൾ പാട്ടുകാരൻ പാടുന്നത് പോലെ യേശുവെ പോലെ ആകുവാൻ, അവനെപ്പോലെ ധ്യാനിക്കുവാൻ, അവനെപ്പോലെ സംസാരിക്കുവാൻ, അവനെപ്പോലെ ചിന്തിക്കുവാൻ, അവനെപ്പോലെ പ്രതികരിക്കുവാൻ, അവനെപ്പോലെ ഇടപെടുവാൻ, അവനെപ്പോലെ കഷ്ടം സഹിക്കുവാൻ, അവനെപ്പോലെ കഷ്ടത്തിൽ വിജയിച്ചവനായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളതായ ഒരു നിലവാരത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. അതുകൊണ്ട് നിങ്ങളുടെ നിലവാരം അല്ലെങ്കിൽ അളവുകോൽ ക്രിസ്തുവിനെ ആയിരിക്കണം വെക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നിലവാരം വർദ്ധിക്കുവാനിടയായിത്തീരും. വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണം റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അതൊരു വളരെ നിലവാരമുള്ള ഒരു ആപ്തവാക്യമാണ്, ഒരു പ്രായോഗിക നിർദ്ദേശമാണ്. പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? സാധാരണ രീതിയിൽ നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുകയും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുകയും ഒരു ലോകപ്രകാരമുള്ളൊരു നിലവാരമാണ്, അല്ലേ? എന്നാൽ കർത്താവ് പറയുന്നത് നന്മയ്ക്ക് പകരം നന്മ ചെയ്യുകയും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുകയും ചെയ്യുന്നത് ക്രിസ്തുവിനെ പോലെ ആകുന്നതിൻ്റെ ഭാഗമല്ല. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആകുവാൻ, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ, ഒരു ഉദാഹരണം പൗലോസ് പറയുകയാണ്, നിങ്ങൾ തിന്മയെ തിന്മ കൊണ്ട് ജയിക്കുവാൻ സാധ്യമല്ല, തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. ഹോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്മ ചെയ്യുമ്പോൾ നന്മ ചെയ്യാതിരിക്കുന്നതും നന്മ ചെയ്യുമ്പോൾ നന്മ തിരിച്ച് ചെയ്യുന്നതും അതൊക്കെ ലോകപ്രകാരമുള്ള കാര്യങ്ങളാണ്. എന്നാൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളെ സ്നേഹിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം, അതിൻ്റെ പാരമ്യം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാത്തമായ ഭാവം നമ്മൾ കണ്ടത് ക്രൂശിലാണ്. തന്നെ ഉപദ്രവിക്കുന്നവരെ, തന്നെ പീഡിപ്പിക്കുന്നവരെ നോക്കിക്കൊണ്ട് താൻ പറയുകയാണ്, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതിനൊന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിക്കുന്ന നമ്മുടെ അരുമനാഥൻ. ഹല്ലേലൂയ. തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിക്കുന്ന നമ്മുടെ അരുമനാഥൻ. സ്തെഫാനോസ് മരിക്കുമ്പോൾ താനും പ്രാർത്ഥിച്ചത് ഈ പ്രാർത്ഥനയാണ്. തന്നെ കല്ലെറിയുന്നവരെ നോക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ വലത്തുഭാഗത്ത് യേശുക്രിസ്തു നിൽക്കുന്നത് കണ്ടു. ഹോ, പ്രൈസ് ദി ലോർഡ്. ആ യേശുക്രിസ്തുവിനെ പോലെ ആകുവാൻ തനിക്ക് തന്നെ മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ സാധിക്കട്ടെ എന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ട് താൻ അത് ഏറ്റു പറയുകയാണ്, അയ്യോ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ആരെ പോലെ ആകുവാനാണ് ശ്രമിക്കുന്നത്? നമ്മൾ ആരെ പ്രീതിപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്? നമ്മൾ ആരുടെ ഗുഡ് ബുക്സിൽ പെടുവാനാണ് ശ്രമിക്കുന്നത്? നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാനാണോ നമ്മുടെ ജീവിതം? ഹല്ലേലൂയ. നമുക്ക് യേശുവിനെ കുറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഇല്ല. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായി പത്രോസ് ഈ വാക്യങ്ങളിലൂടെ നമ്മളോട് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് എ ക്രിസ്ത്യൻ, ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അളവുകോൽ എന്താണ്? ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. അതിൽ കുറഞ്ഞതായി ഒന്നും നമുക്കില്ല. അതുകൊണ്ടാണ് വാട്ട് ജീസസ് വുഡ് ഹാവ് ഡൺ എന്നുള്ളതായ ഒരു ആപ്തവാക്യം നമ്മുടെ മനസ്സിൽ. ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും യേശു ക്രിസ്തു ചെയ്തത്? അതായിരിക്കണം നമ്മളും ചെയ്യേണ്ടത്. അവനെപ്പോലെ ക്ഷമിക്കുവാൻ, അവനെപ്പോലെ പെരുമാറുവാൻ, യേശുവിനെ പോലെ ഇടപെടുവാൻ നമുക്ക് സാധിക്കണം. സെപ്പറേറ്റഡ് ഫോർ, കോൺസെക്രേറ്റഡ് ഫോർ
ഗാഡ്. അല്ലേ? വിശുദ്ധരായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു യഥാർത്ഥമായ അർത്ഥം കോൺസെൻട്രേറ്റ്, പിതാവിൻ്റെ ഹിതം ചെയ്യുവാൻ സമർപ്പിച്ച നമ്മുടെ കർത്താവ്, സമ്പൂർണമായി സമർപ്പിച്ച കർത്താവ്. ആ കർത്താവിൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട്. എന്നിട്ട് പറയുകയാണ്, രണ്ടാമതായിട്ട് പത്രോസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഓഫ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിത രീതി, ജീവിത ശൈലിയെക്കുറിച്ചും പത്രോസ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? പണ്ട് അപ്പോൾ ഒരു വേർതിരിവ് അവിടെ കാണുകയാണ്, ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആരെ? പത്രോസ്. പണ്ടെന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് മുൻപ്, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച അത്രയും മഹത്തായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇത്ര വലിയ രക്ഷയുടെ ഭാഗമായി നിങ്ങൾ മാറുന്നതിന് മുൻപ്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത്, അന്ന് നിങ്ങൾ അജ്ഞരായിരുന്നു, അന്ന് നിങ്ങൾക്ക് ബോധമില്ലായിരുന്നു, അന്ന് നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും അറിവില്ലായിരുന്നു, നിങ്ങളുടെ കണ്ണ് കുരുടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനത്തിലും അത് പറയുന്നുണ്ട്. നിങ്ങളുടെ മോഹങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ മോഹങ്ങളെ നിങ്ങൾ ഇനി മാതൃകയാക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മോഹങ്ങൾക്ക് അധീനമായി ജീവിക്കുന്ന ഒരു ജീവിത ശൈലി നിങ്ങൾക്കിനി ഉണ്ടാകരുത്. കാരണം അത് പണ്ടാണ്, വൺസ് അപ്പോൺ എ ടൈം. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരരുത്. ആ മോഹങ്ങളെ മാതൃകയാക്കുവാൻ നിങ്ങളിടയായിത്തീരരുത്. അതിന് പകരമായി എന്തോ ചെയ്യണം? നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ആരാണ്? സ്റ്റാൻഡേർഡ് നേരത്തെ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനൊത്തവണ്ണം. വീണ്ടും പത്രോസ് അതിനെ ഊന്നിപ്പറയുകയാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി, ഒബീഡിയന്റ് ചിൽഡ്രൻ, അനുസരണമുള്ള മക്കളായി. കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ കാണുന്ന ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പെർഫെക്റ്റ് ഇൻ ഒബീഡിയൻസ്. താൻ അനുസരണത്തിൽ പൂർണ്ണതയുള്ളവനായി തീർന്നു എന്ന് പറയുന്നത് പോലെ നമ്മളും നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ, ആ മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ പെട്ടുപോകുവാനിടയായിത്തീരരുത്. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി വല്ലപ്പോഴും വിശുദ്ധരാകുവിനെന്നല്ല, എല്ലാ നടപ്പിലും, ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് യുവർ ലൈഫ്. ഹല്ലേലൂയ. വളരെ മനോഹരമായിട്ടാണ് പത്രോസ് അത് പറയുന്നത്. കാരണം നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറി. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലാണല്ലോ നമ്മൾ കാണുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിനാകുന്നതിന് മുൻപ് നിങ്ങൾക്കുണ്ടായിരുന്ന മോഹങ്ങളെ നിങ്ങൾ മാതൃകയാക്കരുത്. കാരണം അത് അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്നതാണ്. അന്ന് നിങ്ങൾക്ക് ബോധമില്ലായിരുന്നു, നിങ്ങൾക്ക് ജ്ഞാനമില്ലായിരുന്നു, നിങ്ങളുടെ കണ്ണ് കുരുടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ കണ്ണ് തുറന്നിരിക്കെ ഈ രക്ഷയുടെ ഭാഗമായി നിങ്ങൾ മാറിയതുകൊണ്ട് നിങ്ങൾ ഇനി ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു പോകരുത്. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7, 8, 9, 10 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, അവയിൽ ജീവിച്ചിരുന്ന കാലം എന്ന് പറഞ്ഞാൽ മുൻ പാപസംബന്ധമായി നിങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലം, പണ്ട് ജീവിച്ചിരുന്ന ഒരു കാലം, നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. അങ്ങനെയുള്ള ഒരു ജീവിതശൈലി നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവിൻ. കാരണം ഇത് പണ്ടത്തെ മോഹങ്ങളുടെ മാതൃകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത്. ഹല്ലേലൂയ. ഇപ്പോഴോ, വളരെ ഊന്നി പറയുകയാണ്, ഇപ്പോഴോ. Now you have different. Now you are a born again Christian. Now you are a new creation. നിങ്ങൾ പുതിയ സൃഷ്ടിയായതുകൊണ്ട് നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ.
അന്യോന്യം ബോഷ്ക്ക് പറയരുത്. നിങ്ങളുടെ എന്നിട്ട് പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചേ, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. ആ വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുകയല്ല, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ പഴയ മനുഷ്യൻ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തോ അതിനെ എല്ലാം ഞാൻ ഉരിഞ്ഞു കളഞ്ഞു. പുതിയ സൃഷ്ടിയായി മാറി. പഴയ വസ്ത്രം മാറി പുതിയ വസ്ത്രം നമ്മൾ ഇട്ടു എന്ന് പറയുന്നത് പോലെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ, ഏതെല്ലാം പ്രവർത്തികൾ അവനുണ്ടായിരുന്നു, മേൽപ്പറഞ്ഞ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇതൊക്കെയായിരുന്നു അവൻ്റെ പ്രവർത്തികൾ. അതിനെന്ത് ചെയ്തു? ഉരിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. സ്കിന്ന് മാറ്റുന്നത് പോലെ ഉരിഞ്ഞു കളഞ്ഞു. ആ ഒരു പ്രോസസ്സിൽ നമുക്ക് പുതിയതായ ഒരു രൂപം ലഭിച്ചു. എന്താണ് രൂപം? തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം. ഹല്ലേലൂയ. അവിടെയും ആ സ്റ്റാൻഡേർഡ് കടന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം, അല്ലാതെ ലോകത്തിന്റെ നിലവാരം അനുസരിച്ചല്ല, സഭയുടെ നിലവാരം അനുസരിച്ചല്ല. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം. ടു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. എത്രയോ മനോഹരമായിട്ടാണ് പൗലോസ് ഇത് പറയുന്നത്. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവനെ പോലെ ആകുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് സാധിക്കണം. സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്നു. അല്ലേ? പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്നു. പത്രോസ് പറഞ്ഞത് എന്താണ്? അജ്ഞാനകാലത്ത്. അപ്പം നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ് നിങ്ങൾ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ പുതിയ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? പുതിയ മനുഷ്യൻ രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്ന, ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പുതിയ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. പഴയ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്താണ്? ലോകത്തോട് അനുരൂപരാകുക എന്നുള്ളതാണ്. റോമലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വാക്യം ഇത് തന്നെയാണ്, ഭാഗം ഇത് തന്നെയാണ്, അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ ലോകത്തോട് അനുരൂപരായിത്തീരരുത്. അതാണ് പഴയ മനുഷ്യന്റെ പ്രവൃത്തി. അത് അജ്ഞാനകാലത്തുള്ള മോഹങ്ങളെ മാതൃകയാക്കിയാണ്. ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം, അവിടെയും സ്റ്റാൻഡേർഡ് വരുന്നത് ശ്രദ്ധിക്കണം. മനുഷ്യന്റെ ഹിതമല്ല, ദൈവഹിതം ഇന്ന് നിന്ന് തിരിച്ചറിയേണ്ടതിന്. അപ്പോൾ നമ്മുടെ ഗോൾ എപ്പോഴും വളരെ വ്യക്തമായിട്ട് ഈ വാക്യങ്ങളിലൊക്കെ ആവർത്തിച്ച് നമ്മൾ കാണുകയാണ്. ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ കൊലോസ്യലേഖനത്തിൽ പൗലോസ് അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടി ഉരിഞ്ഞു കളയണം. ഹല്ലേലൂയ. അത് വിശ്വാസത്താൽ സാധിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സാധിക്കും. ഹല്ലേലൂയ. അത് പ്രാർത്ഥനയിൽ സാധിക്കും. അങ്ങനെ നമ്മൾ പോരാടി, ജഡത്തോട് പോരാടി, പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം. ഹല്ലേലൂയ. അതാണ് ജീവിത ശൈലി. പ്രൈസ് ദി ലോർഡ്. റോമലേഖനം 5-ാം അധ്യായം അതിന് 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും പൗലോസ് ഇത് ആവർത്തിക്കുന്നുണ്ട്. അവണ്ണം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്ന് ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. പാപസംബന്ധമായി നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു. അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ ഇനി നിങ്ങളുടെ മാതൃകയായി വരരുത്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ, ഇവിടെയും ആ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പത്രോസ് ഉപയോഗിച്ച അതേ പദം തന്നെയാണ് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരങ്ങളിൽ അതിന് മോഹങ്ങളെ അനുസരിക്കുമാർ. അതിന് മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. അഥവാ മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ അതിനെ ഓടിക്കണം. കാരണം പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞു. ഇനി പഴയ വസ്ത്രം കാണുമ്പോൾ നമുക്ക് അതിനോടൊരു അറപ്പ് തോന്നണം, പാപത്തോടൊരു വെറുപ്പ് തോന്നണം.
പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മോഹങ്ങൾ ഇനി നമ്മളിൽ വാഴുവാൻ നമ്മൾ അനുവദിക്കരുത്. ആ മോഹങ്ങളെ താലോലിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈനോട് ദൈവം പറഞ്ഞതുപോലെ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് കൈനെ. അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. ഈ പഴയ വസ്ത്രത്തിന് ഈ പഴയ വസ്ത്രം ഒന്ന് ഇടുവാനായിട്ടുള്ള ഒരു ആഗ്രഹം സാത്താൻ കൊണ്ടുവരും. അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. എന്നാൽ നീ അതിനോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. എത്രയോ മനോഹരമായിട്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. മറിച്ച് നിങ്ങളുടെ അവയവങ്ങൾ എന്തോ ചെയ്യണം? അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായിട്ട് പുതുക്കം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കാരണം പണ്ടുണ്ടായിരുന്ന അജ്ഞാനകാലത്തെ മാതൃക നിങ്ങളിൽ നിന്ന് മാറിപ്പോയല്ലോ. ഹല്ലേലൂയ. എന്നൊരു 15-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിന് കൃപയ്ക്കത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. ഇനി ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ മുഴുവൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വളരെ സുപരിചിതമായ കാര്യമാണ്. ഇങ്ങനെ ഒരു ജീവിതശൈലി, അനുസരണമുള്ള ഒരു ജീവിതശൈലി അല്ലേ? പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജഡത്തിൻ്റെ പ്രവർത്തികളെ നമ്മൾ മരിപ്പിക്കണം. ഇപ്പോൾ ഗലാത്യ ലേഖനം 5:16 പൗലോസ് അതേ ഭാഷ വീണ്ടും ഉപയോഗിക്കുകയാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കണം, എങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ഇവിടെയും മോഹം വന്നു. ഈ പദം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ പത്രോസ് പറഞ്ഞതുമായി കണക്റ്റഡ് ആയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ നിങ്ങൾക്ക് നിവർത്തിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്താണ് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ? ക്രിസ്തുവിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് നിരന്തരം വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുകയും ആ ശബ്ദത്തിന് നമ്മൾ അനുസരണമുള്ളവരായി തീരുകയും ചെയ്യുമ്പോൾ നമ്മളെല്ലാ നടപ്പിലും വിശുദ്ധരായി മാറും. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രായോഗികമായി ഞാൻ പറയുക. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. പണ്ടുള്ള ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധ്യമല്ല. പണ്ടുണ്ടായിരുന്നത് ജഡാഭിലാഷമാണ്, എന്നാൽ ഇപ്പോൾ ആത്മാവിൻ്റെ അഭിലാഷത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കോൺഫ്ലിക്റ്റിൽ എപ്പോഴും ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനും വാഴുവാനും ഇടയായിത്തീരുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടക്കുന്നെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. എന്നിട്ട് പറയുകയാണ്, എന്താണ് ഈ പണ്ടുള്ള മോഹങ്ങളെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ? ജഡത്തിൻ്റെ പ്രവർത്തികളോ ഈ മോഹങ്ങളോ? എന്താണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഇതെല്ലാം നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ അനുസരിച്ച് നടന്നപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. അല്ലെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ പഴയ മനുഷ്യൻ്റെ പ്രവർത്തികൾ. ഹല്ലേലൂയ. റോമാലേഖനം 5 ഭാഷയിൽ പറഞ്ഞാൽ
പാപം നിങ്ങളുടെ മർത്ത ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളനുസരിച്ച് മാറി വാഴുമ്പോൾ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഞാൻ ബന്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ജഡത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യരുത്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുകയാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് പുതിയ മനുഷ്യൻ്റെ പ്രവർത്തികളല്ല. ഇതിനെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു. അവൻ്റെ രാഗമോഹങ്ങളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു. ജഡത്തെ നമ്മൾ ക്രൂശിച്ചു. ഇപ്പോഴോ നിങ്ങൾ ആത്മാവിൻ്റെ ഫലമായി സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം, ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. എന്നിട്ട് 24-ാം വാക്യത്തിൽ അതിൻ്റെ ക്ലൈമാക്സ് ആയിട്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവേശുവിനുള്ളവർ. അവിടെയും സ്റ്റാൻഡേർഡ് വന്നു. ക്രിസ്തുവേശുവിനെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ക്രിസ്തുവിൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരാകുവാൻ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി സമർപ്പിച്ചവർ, ജഡത്തെ നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ, നമ്മുടെ പഴയ മനുഷ്യൻ്റെ പ്രവർത്തികളെ, അതിൻ്റെ രാഗമോഹങ്ങൾ, ഇവിടെയും മോഹം വരികയാണ്, രാഗമോഹങ്ങളോടുകൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ക്രൂശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ഇതാണ് ഒരു ഭക്തൻ്റെ ജീവിതശൈലി. രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പത്രോസ് പറഞ്ഞ വാക്യം ഒന്നുകൂടി വായിക്കാം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ, പണ്ട്, ഇപ്പോഴല്ല, മാതൃകയാക്കാതെ. ആ മാതൃകയല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു മാതൃകയുണ്ട്. ആരാണ്? നിങ്ങളെ വിളിച്ച വിശുദ്ധൻ. ആ വിശുദ്ധൻ ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മളെ വിളിച്ചു, പേഴ്സണലായിട്ട് വിളിച്ചു. ഫോളോ മീ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നെ അനുഗമിക്കുക എന്നാണ് കർത്താവ് വിളിച്ചത്. ശിഷ്യന്മാരെ വിളിച്ചത്, നമ്മെ വിളിച്ചത് ലോകത്തിലുള്ളതായി ആരെയും അനുഗമിക്കുവാനല്ല, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വിളിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുസരണമുള്ള മക്കളായി, എല്ലാ നടപ്പിലും വിശുദ്ധരായി, ആത്മാവിനെ അനുസരിച്ച് നടന്ന് നമ്മുടെ പഴയ മനുഷ്യൻ്റെ പ്രവർത്തികളെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ച് ആത്മാവിൽ പാപത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ദൈവവചനത്തിന് അനുസരണമുള്ളവരായി പ്രാർത്ഥനയിൽ പോരാടി നമ്മൾ മുന്നോട്ട് ജീവിക്കണം. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. ഷുഡ് ബി ഗവേൺഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്, പ്രോംപ്റ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് സറണ്ടേർഡ് ഇൻ പ്രയർ. പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും വചനത്തിൻ്റെ ആ വെളിപ്പാടും അനുസരിച്ച് നമ്മൾ എല്ലാ നടപ്പിലും വിശുദ്ധരായിത്തീരണം. എന്നിട്ട് അവസാനമായി മൂന്നാമതായി പത്രോസ് പറയുന്ന ഒരു കാര്യം, ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ജഡ്ജ്മെൻ്റ് ഓഫ് എ ക്രിസ്ത്യൻ. മുഖപക്ഷം കൂടാതെ നമ്മെ വിധിക്കുന്ന, ന്യായം വിധിക്കുന്ന ഒരു പിതാവ്. നമ്മൾ സൽഗുണപൂർണനാകുവാൻ ആഗ്രഹിക്കുന്ന ഈ പിതാവ്, മാതൃകയാക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ്, അവൻ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനാണ്. ഹല്ലേലൂയ! അവൻ്റെ മുമ്പിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ, ലോകത്തിൻ്റെ അല്ല, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കി ജീവിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരണം. നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ഭയമെന്ന് പറയുന്നത് അയ്യോ പേടിച്ചുള്ളതായ ഭയമെന്നുള്ളതിനേക്കാൾ ഉപരിയായി ഞാൻ പഴയ മനുഷ്യന് അധീനനല്ല, പുതിയ മനുഷ്യനായ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനായി ഞാൻ മാറണം. കാരണം ന്യായം വിധിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അവൻ്റെ മുമ്പാകെ ഞാൻ നിൽക്കേണ്ടതായൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ടതായൊരു ദിവസമുണ്ട്. നമ്മൾ സ്വർഗത്തിലാണ് പോകുന്നതെങ്കിലും നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായ ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കതിന് തക്കതായ പ്രതിഫലം ലഭിക്കും.
അതുകൊണ്ട് നിങ്ങളുടെ പ്രവാസകാലം എന്ന് പറയുന്നത് ദ ലൈഫ് ഓഫ് പിൽഗ്രിമേജ് എന്ന് പറയുന്നത്, നമുക്കിവിടെ സൊജേണേഴ്സാണ്, നമ്മളിവിടെ പ്രവാസികളാണ് അല്ലേ. നമ്മൾ പണ്ട് ഈ ഗൾഫിലൊക്കെ പോകുന്നവരെ കുറിച്ച് പറയുന്നത് പ്രവാസികളാണ്, അവർ തിരിച്ച് വരുവാനുള്ളവർ, അവരുടെ ദേശം അവിടെയല്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രവാസികളാണ്. നമ്മൾക്കിവിടെ നിലനിൽക്കുന്ന ഭവനമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രവാസകാലം കഴിയാൻ സമയമായി. ഓരോരുത്തർക്കും ദൈവം വെച്ചിരിക്കുന്ന സമയമുണ്ട്. ആ പ്രവാസകാലം കഴിയുമ്പോൾ അല്ലേ, യാക്കോബ് മിസ്രൈമിൽ വന്നപ്പോൾ ഫറവോനോട് പറഞ്ഞു, എൻ്റെ പ്രവാസകാലത്തിൻ്റെ സമയം ഇത്രയായി. തൻ്റെ വയസ്സ് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഇത്ര മനോഹരമായൊരു ഉത്തരമാണ്, എൻ്റെ പ്രവാസകാലം കഴിയാറായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ പ്രവാസകാലം, ഈ ഹ്രസ്വകാലം, ഈ ചുരുങ്ങിയ കാലഘട്ടം, വിരലിലെണ്ണാവുന്നതായ കാലഘട്ടം, 4 വിരൽ നീളമുള്ളതായ ഈ കാലഘട്ടം ഭയത്തോടെ നമ്മൾ കഴിക്കുവാനിടയായിത്തീരണം. നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ ഇനി മാതൃയാക്കാതെ നമ്മെ വിളിച്ച വിശുദ്ധനായ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെയായി വാരുവാൻ, എല്ലാ നടപ്പിലും അനുസരണമുള്ളവരായി, വിശുദ്ധരായി, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ പാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ മോഹങ്ങളെ, പഴയ മോഹങ്ങളെയെല്ലാം മരിപ്പിച്ചുകൊണ്ട് രൂപാന്തരപ്പെട്ട്, മനസ്സുപതിക്ക് രൂപാന്തരപ്പെട്ട് ദൈവഹിതം തിരിച്ചറിയുന്ന ഒരു ജീവിത ശൈലിയുടെ ഉടമയായി മാറി നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. കാരണം നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ഭയത്തോടെ, അതേസമയം കൃപയിൽ ആശ്രയിച്ച്, ഇത് നമ്മെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധ്യമല്ല, ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, വചനത്തിൻ്റെ വെളിപ്പാടിൽ ആത്മാവിനെ അനുസരിച്ച് നടന്ന് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന തേജസ് പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ ഇനി മാതൃയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.